ദൃശ്യങ്ങളിൽ കണ്ടത് മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളല്ല, വടകരയിലെ വിവിധ സ്ഥാപനങ്ങളുടെ അടുക്കളയും അതിനോട് ചേർന്നുള്ള മറ്റ് ഭാഗങ്ങളുമാണ്. എത്ര മലിനമായാണ് ഈ ഭാഗങ്ങൾ കിടക്കുന്നതെന്ന് നോക്കുക. നഗരസഭ ആരോഗ്യ വിഭാഗം ഇന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങളാണിത്. കേവലം എടോടി മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗം വരെ മാത്രം നടത്തിയ പരിശോധനയിലാണ് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ സ്ഥിരം ഇടപെടുന്നതുമായ കേന്ദ്രങ്ങളാണ് ഇവിടങ്ങളൊക്കെ. എല്ലായിടത്തും മാലിന്യങ്ങൾ ഒഴുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഡാലിയ സ്ക്വയർ കെട്ടിടത്തിന്റെ അണ്ടർഗ്രൗണ്ടിൽ വെള്ളം കെട്ടിനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ കൊതുക് മുട്ടയിട്ട രോഗം പടരാനുള്ള സാഹചര്യമുണ്ട്. തുടർന്ന് പരിശോധന നടത്തുമ്പോൾ ഓരോ സ്ഥാപനങ്ങളിലും കണ്ടെത്തിയത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. SR ടിഫിന്റെ മുകൾ ഭാഗത്തായി ആളുകളെ അനധികൃതമായി താമസിപ്പിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. മാലിന്യം തള്ളിയത് കാരണം ഇങ്ങോട്ട് പ്രവേശിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. ദുർഗന്ധം ഉൾപ്പെടെ അനുഭവപ്പെടുന്നുണ്ട്. ഇതിന് സമീപത്ത് തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇതിൽ തന്നെയാണ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത്. ഇങ്ങനെ വെള്ളം പോയി കഴിഞ്ഞാൽ, ഈ രീതിയിൽ വെള്ളം അങ്ങനെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും വെള്ളം അങ്ങനെ എങ്ങനെയാണ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഗായത്രി ഹോട്ടൽ, തറവാട് ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പരിശോധിക്കുമ്പോഴും ഇത്തരം തന്നെയാണ് സാഹചര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മലിനജലം മിക്കവരും ഓടയിലേക്ക് പൈപ്പ് വഴി ഒഴുക്കിവിടുന്ന കാഴ്ചയാണ്. ഈ മാലിന്യം ഉൾപ്പെടെയാണ് ഒഴുകി കരിമ്പനത്തോട് ഭാഗത്തേക്ക് എത്തുന്നത്. കേവലം MRIയിൽ മാത്രം പരിശോധന നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ MRI ഹോട്ടൽ മാത്രമാണ് ഇത്തരത്തിൽ മാലിന്യം ഒഴുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എടോടി മുതൽ പുതിയ സ്റ്റാൻഡ് വരെ മാത്രം പരിശോധിച്ചതിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് ഇത്തരം പരിശോധന നടത്തുമ്പോൾ സ്ലാബുകൾ കൂടി നീക്കി നോക്കേണ്ടതുണ്ട്. നടപ്പാതയുടെ സ്ലാബുകൾ നീക്കി നോക്കാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സഹായം ആവശ്യമുണ്ട്. ഒപ്പം PWDയുടെയും സഹായം ആവശ്യമുണ്ട്. ഇവർ കൂടി സഹകരിച്ചാൽ മാത്രമേ ഇവ നീക്കി നോക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പലപ്പോഴും ഒരുമിച്ചുള്ള ഒരു പരിശോധനയ്ക്ക് ഇവരുടെ പിന്തുണ ലഭിക്കാത്ത ഒരു അവസ്ഥയുണ്ടാകുന്നുണ്ടെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം പറയുന്നു. എന്ത് തന്നെയായാലും ഇന്ന് നടത്തിയ പരിശോധനയുടെ ഭാഗമായി പൊളിച്ചു മാറ്റേണ്ട അല്ലെങ്കിൽ നീക്കി നോക്കേണ്ട സ്ലാബുകളുടെ എണ്ണം, അളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നഗരസഭ ആരോഗ്യ വിഭാഗം കൈമാറിയിട്ടുണ്ട്. ചെയർമാൻ, വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രതിപക്ഷ ഭരണപക്ഷ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരും ഈ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. ഒപ്പം ഇത്തരം നിയമലംഘനങ്ങൾക്കും അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾക്കും കർശന നടപടിയും പിഴയുൾപ്പെടെയുള്ള കാര്യങ്ങളും നൽകുമെന്നും നഗരസഭ ആരോഗ്യ വിഭാഗവും നഗരസഭ അധികൃതരും അറിയിച്ചിട്ടുണ്ട്. നഗരസഭയുടെ പൊതു ഡ്രെയിനേജിലേക്ക് മാലിന്യങ്ങൾ തള്ളിവിട്ടതായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി വടകര ബസ് സ്റ്റാൻഡിലുള്ള MRI ഹോട്ടലിൽ നിന്നും ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് കാരണം സ്ഥാപനത്തിന് നോട്ടീസ് നൽകിയതിൽ സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. തുടർന്ന് ഇന്ന് കാലത്ത് എടോടി മുതൽ ഇങ്ങോട്ടുള്ള ബസ് സ്റ്റാൻഡ് വരെയുള്ള വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയുണ്ടായി. ഇന്ന് ഹെൽത്ത് സ്ക്വാഡ് ഈ ഒരു പരിശോധന കാലത്ത് തന്നെ ആരംഭിക്കാനുണ്ടായത്. ഈ പരിശോധനയിൽ പല സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം ഇത്തരത്തിൽ പൊതു ഓവുചാലിലേക്ക് ഒഴുക്കിവിടുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയ സമയത്ത് തന്നെ ചില സ്ഥാപനങ്ങൾക്ക് തന്നെ അനധികൃതമായിട്ടുള്ള
ആളുകളെ താമസിപ്പിക്കുന്നതും മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയുന്നതും ഒക്കെ ആയിട്ടുള്ള നിയമലംഘനമാണ് കൂടുതലായിട്ടും കാണാൻ സാധിച്ചത്. എന്ത് തന്നെയായാലും ഇത്തരത്തിൽ മലിനജലം ഒഴുക്കിവിടുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ആ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതിനുള്ള നടപടി നിർത്തൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് നൽകുകയും അതോടൊപ്പം തന്നെ അടച്ചുപൂട്ടേണ്ട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നതാണ്. ഇന്ന് പരിശോധന നടത്തിയത് ഡാലിയ സ്ക്വയർ കെട്ടിടം, അതുപോലെ തന്നെ ഗായത്രി ഹോട്ടൽ, അതുപോലെ തന്നെ SR ഹോട്ടൽ, തറവാട് ഹോട്ടൽ എന്നിവിടങ്ങളിലാണ്. ഈ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഈ നിയമലംഘനം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള നോട്ടീസ് കൊടുത്തുകൊണ്ട് വരും ദിവസങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കരിമണത്തോട്ടിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എതിരെ കൃത്യമായ രീതിയിലുള്ള നിയമ നടപടികൾ നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണെന്ന് കൂടി അറിയിക്കുന്നു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.